മക്ക മുഹമ്മദരാ ഒരബദരാ മക്ക മുഹമ്മദരാ എടി കുൻ 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 ഗുരു മുഹമ്മദ് നബി സഭൈ മലരടി തേടി പാദം പോ 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 അൻ ഉൻ അലി പാണ്ഡകയാകിന അക്ഷരമുച്ചുടരഹ്മദുവാ വരരാ ബദരാ ബദർ മുഹമ്മദ് നബി എടി കുൻ 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 ഗുരു മുഹമ്മദ് നബി സഭൈ മലരടി തേടി പാദം പോ 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 അൻ ഉൻ അലി പാണ്ഡകയാകിന അക്ഷരമുച്ചുടരഹ്മദുവാ. ഇത് മക്കാനിപ്പാട്ട്. പണ്ടിങ്ങനെ ആടിക്കോട്ട് പാടും പണ്ടുള്ള ആള്. അതിന് അന്നത്തെ പേരങ്ങനെ. ഇത് എന്തെന്നുള്ളത് ഓർക്കേ അറിയില്ല. ഇങ്ങനെ പാടുന്നത്. ആ പാട്ടിന് നല്ല പേരുണ്ട്. നല്ല പേരും പ്രശസ്തി എല്ലാ കാലത്തുണ്ടായി. ഇപ്പം ഉണ്ട്. മക്കാനിൻ്റെ പാട്ട് പാടുന്ന ആൾ ആരും ഇപ്പം ഇല്ല. ഇത് ജീവിച്ചിരിപ്പ് ഉണ്ടെന്ന് ഞാൻ മാത്രമേ ഇല്ലൂ. ബാക്കി ചെമ്മനാട്ട് 100 കണക്കിന് ആളുണ്ടായിരുന്നു. എല്ലാം ജീവിച്ചില്ല, ആരുമില്ല. ഞാൻ മാത്രമുണ്ട്. ഞാനോട് നമ്മളെ ആളിയനുണ്ട്. അമ്പച്ച താഴത്തെ ദേശീയത്തെ അമ്പച്ചൊക്കെ അത്ര അറിയില്ല. എങ്കിലും ഒരു വക കൂടും. ബാക്കിയൊന്നും തോന്നി. പിന്നെ മെയിൻ ആളുണ്ടായത് നമ്മളെ മാമാൻ്റെ ഇളയപ്പാണ്. കൈന്താറാമുച്ച എന്ന് പറഞ്ഞിട്ട്. കൈന്താറാമു സിയലാമുച്ച എന്ന് പറയും. മെയിൻ ഉസ്താദ് അയാളുടെ അടുത്താണ് ഞങ്ങളല്ലേ പഠിച്ചതല്ലേ. പിന്നെ ഒരാളുണ്ടായിന് PS മുഹമ്മദ് ഷാ എന്ന് പറഞ്ഞിട്ട്. അയാളങ്ങനെ വലിയ പണ്ടത്തെ വലിയ ഉസ്താദ്. അയാളുടെ അടുത്ത് നിന്ന് കുറേ കാലം പഠിച്ചിന് മക്കാനി. അല്ലല്ല, എത്ര കുറേ ഉണ്ട്. അതിലിപ്പോൾ ഓർമ്മയിൽ വരുന്നില്ല. ഇത് മടിയാക്കിയിട്ട് കൊല്ലം കുറേ ആയിപ്പോയി. ഇപ്പോൾ 84 വയസ്സായി. ഇന്ന് 40-50 കൊല്ലം മുമ്പ് പഠിച്ച പാട്ടാണ്. അതിലിപ്പം ഓർമ്മയൊന്നും വരുന്നില്ല. എല്ലാം മറന്നു. ഒരു പാട്ടിന്റെ രീതി മാപ്പിള പാട്ട് പോലത്തെ. മാപ്പിള പാട്ട് നല്ല പറഞ്ഞില്ലേ. മാമാന്റെ ഇളയപ്പ. ഈ പാട്ട് എപ്പ പാടല്? ഈ പാട്ട് പാടൽ ഞങ്ങൾ പിന്നെ മകരിവിൻ്റെ ശേഷമാണ് കട ചെമ്മനാട്ടിൽ നിന്ന് അല്ലാതെ പരവനെടുക്കുക. 2 സെറ്റുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സെറ്റ് പരവനെടുക്കുക. പരവനെടുക്കത്തിന് യേശ നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് അവിടെ ഇരുന്നിട്ട് പാടും. അങ്ങനെയല്ല, ഇപ്പൊ ഈ മാപ്പിള പാട്ടെല്ലാം ഒപ്പനക്ക് അങ്ങനെയല്ല പാടുന്നില്ലേ? അതേപോലെ ഇത് എങ്ങനെ പാടുന്നേ? ഇത് കളിക്ക് കൈ ഇങ്ങനെ കൈയോട് കൈ ഇങ്ങനെ മുട്ടിയിട്ട് കൈകൊട്ടും പാട്ടും. അത് ഒറ്റക്കല്ല, അതിന് 5-6 ആള് വേണം. അപ്പാണ് ഒരു മജ കിട്ടുന്നത്. അതിന് ഈ ഒറ്റക്ക് പാടുമ്പോ ഇതിന് എത്ര ഇത് കിട്ടുന്നില്ല. ഇങ്ങനെ ഞങ്ങൾ 10-12 ആളെല്ലാം ഉണ്ടാവും ഞങ്ങൾ സെറ്റിൽ. അങ്ങനത്തെ 3-4 സെറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് കടവത്ത്, ഒന്ന് വടക്കമ്പത്ത്, ഒന്ന് പരവുണ്ട്. 3 സെറ്റ് ഞാൻ പരനെടുക്കും. ഞങ്ങൾ പാടും. ഞങ്ങൾ ഇതിന് പബ്ലിക്കിൽ പാടുന്നത് മംഗലത്തിന് പോയെങ്കിൽ ആ മംഗലപ്പറിൻ്റെ പുരയിൽ ഒരു പന്തലിൽ ഇരുന്നിട്ട് ഒരു മൂലക്ക് ഇരുന്നിട്ട് പാടും. അല്ലെങ്കിൽ ഞങ്ങൾ സ്ഥിരം പാടുന്നത് പരവനെടുക്കം ഒരു റൂമിലാണ് ഇരുന്നിട്ട് പാടുന്നുണ്ടായിരുന്നു. വെറുതെ ഇരുന്നിട്ട് ആടെന്ന് പഠിക്കുന്നതും പാടുന്നതും എല്ലാം ഉണ്ടായത് പരവനെടുക്കത്തിന്. പിന്നെ കല്യാണം ആരെങ്കിലും ക്ഷണിച്ചെങ്കിൽ ആ പുരയിൽ നിന്ന് പോയിട്ട് പാടും. പുറക്കാറ് നല്ല ഇരിക്കാനുള്ള സൗകര്യം എല്ലാം ആക്കി തന്നിട്ട് ആടുന്ന് പാടും. ഇല്ല, പണ്ട് പൈസന്റെ പരിപാടിയില്ല. പൈസ ആരോടും വേങ്ങിയില്ല. വെറുതെ ഇരുന്നിട്ട് പാട്ടും പാടി ചോറും പിടിച്ചിട്ട് നടക്കും. പൈസ ഒന്നുമില്ല. അങ്ങനത്തെ 2 സെറ്റാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. ഞങ്ങളതും താഴെ വടക്കം ഭാഗത്ത് GS മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളാണ് പണ്ടത്തെ വലിയ ഉസ്താദ് മുക്കാലിൻ്റെ. അയാളാ ഇങ്ങനെ ആടലും ഇതെല്ലാം കണ്ടെങ്കിൽ നല്ലൊരു കൃഷി തന്നെ ഉണ്ടാവും.
ഉപ്പപ്പാക്ക് ഇപ്പൊ പണ്ടത്തെ പാടുന്ന ആൾക്കാരൊന്നും ഇപ്പൊ അങ്ങനെ ഇല്ലാലോ. ഇല്ല. ഉപ്പപ്പാക്ക് സങ്കടം ഭയങ്കര സങ്കടാന്നല്ല ഒറ്റക്കന്നെ ഇത് ഞാൻ ഇരുന്ന് ഒറ്റക്കന്നെ പാടലുണ്ട്. ആ പാടുമ്പോ ഇങ്ങനെ കേട്ടിട്ട് വരുന്ന ആളുണ്ടാവും. വെയില് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പോകുന്ന ആൾ പാട്ട് കേട്ടിട്ട് പിന്നെ ഇപ്പം പാടും നിങ്ങൾ മതിയാക്കിയിട്ടില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യും എന്നോട്. പാട്ടോട് പണ്ടേ വലിയ താല്പര്യം എന്നാണ്. പിന്നെ മക്കാനി പാട്ട്, മാപ്പിളപ്പാട്ട്, പിന്നെ താലീമിലുണ്ടായിനി. താലീമ് പടി വീശലും പടിയോട് കളിക്കലും തല്ലലും അതെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം മതിയായിപ്പോയി. ഇപ്പം ആ പരിപാടിയേ ഇല്ല കാലത്തത്. ഇന്നലെ ഇവിടെ ഒരു ഇത് ഉദ്ഘാടന ആയില്ല, എന്തോ ഒരു സ്വിമ്മിങ് പൂള് ആ പോസ്റ്റേഴ്സ് ഉണ്ട്. എന്നിട്ട് ഞാൻ ഓനോട് പറഞ്ഞു, പണ്ട് നിൻ്റെ ഉപ്പപ്പ ഞങ്ങൾക്ക് താലീമ് പഠിച്ചിട്ടുണ്ട്. ഇപ്പം നീ നിൻ്റെ ഈ ചുറ്റുമാർക്കെല്ലാം നീ അത് പഠിക്കുന്നു. നീ ഇന്നലെ ഒരു വാക്ക് പറഞ്ഞിട്ട് വന്ന് നടന്നു. ആ ഇൻഷാല്ലാ നോക്കാനല്ലേ ഇനി പോസ്റ്റേഴ്സ് വേറെന്തെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ അതെങ്ങനെ ഓർമ്മയിൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് കുറിച്ചിട്ട് എടുക്കും. ഇനി ഇങ്ങനെ പറയുന്നതല്ല, കുറിച്ചെടുത്ത് നമുക്കൊരു സൈഡ് ഇരുത്തിട്ട് അതെല്ലാം റെഡിയാക്കാം ഇൻഷാല്ലാ.